സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമകളിലൂടെ ഇപ്പോഴും പ്രേക്ഷകർ ഓർമ്മിക്കുന്ന നിരവധി അഭിനേതാക്കളുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, KPC ലളിത, പറവൂർ ഭരതൻ, ബോബി കൊട്ടാരക്കര തുടങ്ങി നിരവധി പ്രതിഭകളുടെ സമ്മേളനമായിരുന്നു ഓരോ സത്യനന്ദിക്കാട് സിനിമകളും. അക്കൂട്ടത്തിൽ പ്രധാനിയാണ് കൃഷ്ണൻകുട്ടി നായർ. തന്റെ മെലിഞ്ഞ ശരീരത്തിലെ സാധ്യതകൾ മനസ്സിലാക്കി പ്രേക്ഷകർക്ക് രസിക്കുന്ന തരത്തിൽ തനിക്ക് കിട്ടിയ ഓരോ കഥാപാത്രങ്ങളെയും ഗംഭീരമാക്കിയ നടൻ. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പൊന്മുട്ടയിടുന്ന താറാവ് സിനിമ മാത്രം മതി മലയാളികൾ എന്നും കൃഷ്ണൻകുട്ടി നായർ എന്ന നടനെ ഓർമ്മിക്കുവാൻ. തട്ടാൻ ഭാസ്കരന്റെ അച്ഛൻ തട്ടാൻ ഗോപാലനായിട്ടാണ് നടൻ സിനിമയിൽ എത്തിയത്. മരണക്കിടക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന തട്ടാൻ ഗോപാലൻ കുറച്ചൊന്നുമല്ല നമ്മളെ ചിരിപ്പിച്ചത്. വലിയ വഴക്ക് നടക്കുമ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇന്നസെന്റ് അവതരിപ്പിച്ച പണിക്കരെ നോക്കി ഭാ എന്ന് ആട്ടുന്നതും അതിനുശേഷം തറയിലേക്ക് വീഴുന്നതുമൊക്കെ പ്രേക്ഷകർ എത്ര തവണ കണ്ട് ആസ്വദിച്ച രംഗങ്ങളാണ്. സത്യനന്ദിക്കാടന്റെ തന്നെ മഴവിൽ കാവടി സിനിമയിലും നല്ലൊരു കഥാപാത്രമായിരുന്നു കൃഷ്ണൻകുട്ടി നായർക്ക് കിട്ടിയത്. പളനിയിൽ ബാർബറായ കാളിമുത്തു എന്ന കഥാപാത്രത്തെയാണ് നടൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. ഉർവശി, ജയറാം തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച ആ കഥാപാത്രത്തെ നടൻ മികച്ചതാക്കുകയും ചെയ്തു. വരവേൽപ്പ് സിനിമയിൽ നായിക കഥാപാത്രത്തിന്റെ അച്ഛനായും എന്നും നന്മകൾ സിനിമയിലെ പഴനിയാണ്ടിയായും നടൻ തിളങ്ങി. തിരുവനന്തപുരം ശാസ്തമംഗലം സ്വദേശിയായ കൃഷ്ണൻകുട്ടി നായർ നാടകങ്ങളിലൂടെയാണ് കലാരംഗത്ത് സജീവമാകുന്നത്. പത്മരാജൻ സംവിധാനം ചെയ്ത പെരുവഴി അമ്പലം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് അദ്ദേഹം എത്തുന്നത്. വൈദ്യനായിട്ടാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത്. ഒരിടത്തൊരു ഫയൽവാൻ സിനിമയിൽ അശോകൻ അവതരിപ്പിച്ച കണ്ണൻ എന്ന കഥാപാത്രത്തിന്റെ അച്ഛനായും കൃഷ്ണൻകുട്ടി നായർ എത്തി. കരിയിലക്കാറ്റുപോലെ സിനിമയിലെ വാച്ചർ കഥാപാത്രം അപ്പുപിള്ള, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലെ കേശവൻ മേനോൻ തുടങ്ങിയ കഥാപാത്രങ്ങളായി പത്മരാജൻ സിനിമകളിൽ നടൻ സാന്നിധ്യം അറിയിച്ചു. മുഖാമുഖം, അനന്തരം, മതിലുകൾ, വിധേയൻ തുടങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളിലും കൃഷ്ണൻകുട്ടി നായർ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. G. അരവിന്ദൻ, ലെനിൻ രാജേന്ദ്രൻ, ഭരതൻ തുടങ്ങിയ സംവിധായകരുടെയും പ്രിയപ്പെട്ട നടനായിരുന്നു കൃഷ്ണൻകുട്ടി നായർ. കമൽ സംവിധാനം ചെയ്ത കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ സിനിമയിലെ കാലൻ മത്തായി എന്ന അധ്യാപക കഥാപാത്രം ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ്. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ ഒരു രംഗത്ത് മാത്രം എത്തിയ പച്ചക്കുളം വാസു എന്ന കഥാപാത്രം മലയാളികളെ ഏറെ ചിരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഡോക്ടർ പശുപതി, ചെപ്പുകിലക്കണ ചങ്ങാതി, മൂക്കില്ല രാജ്യത്ത്, നെറ്റിപ്പട്ടം, കൺകെട്ട്, പൂച്ചക്കാരു മണികെട്ടും, കാവടിയാട്ടം, ഗാന്ധർവം തുടങ്ങി നിരവധി സിനിമകളിൽ എക്കാലവും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ നടൻ സമ്മാനിച്ചു. കൈരളി വിലാസം ലോഡ്ജ് എന്ന ദൂരദർശൻ പരമ്പരയിലും നടൻ അഭിനയിച്ചു. മകൻ ശിവകുമാർ ഇപ്പോൾ അഭിനയ രംഗത്ത് സജീവമാണ്. 1996 ഒരു ബൈക്ക് അപകടത്തെ തുടർന്ന് കൃഷ്ണൻകുട്ടി നായർ നമ്മോട് വിട പറഞ്ഞു. അതുല്യ കലാകാരന് ജസ്റ്റ് റിലാക്സ് TV ചാനലിന്റെ പ്രണാമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.